ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിന്റെ പ്രതീകമായ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ഇനി വിശ്രമം. റഷ്യൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന യുദ്ധവിമാനങ്ങളായ MiG-21 യുദ്ധവിമാനങ്ങൾ ഇന്ന് വ്യോമസേനയിൽ നിന്ന് വിരമിക്കും. ചണ്ഡീഗഡിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ യാത്രയപ്പ് ചടങ്ങുകൾ തുടങ്ങി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് MiG ഏറ്റവും വലിയ അസറ്റുകളിൽ ഒന്നായിരുന്നു. റഷ്യൻ നിർമ്മിത ബിഗ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായിരുന്നു. ആ MiG-21 ഇപ്പോൾ വിടവാങ്ങൽ നൽകുകയാണ്. എന്തൊക്കെയാണ് ചടങ്ങുകൾ? അഭിലാഷ, അല്പസമയം മുമ്പാണ് ഈ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചത്. രണ്ട് ഫോർമേഷനുകളായ MiG-21 യുദ്ധവിമാനങ്ങൾ ഏറ്റവും അവസാനമായി ഇന്ത്യൻ ആകാശത്തിലേക്ക് പറന്നു വരുന്നതായിരുന്നു അല്പസമയം മുമ്പ് നടന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ രണ്ട് ഫോർമേഷനുകളും, അതായത് ബാദൽ, പാന്തർ ഫോർമേഷനുകളിലായുള്ള ഈ വിമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഔദ്യോഗികമായി ഈ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, കരനാവിക സേനാ മേധാവികൾ, സംയുക്ത സേനാ മേധാവി തുടങ്ങി ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറന്നുയർന്ന ഈ രണ്ട് ഫോർമേഷനുകളിലായി പറന്നുയർന്ന MiG-21 യുദ്ധവിമാനങ്ങൾ ഈ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഏറ്റവും അവസാനത്തെ MiG-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ലാൻഡിങ്ങിന് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷൻ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് ഫോർമേഷനുകളിലായി ലാൻഡ് ചെയ്യുന്ന MiG-21 യുദ്ധവിമാനങ്ങൾ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വിടവാങ്ങലിൻ്റെ ഏറ്റവും അവസാന ഘട്ടമെന്ന നിലയിൽ ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലൈയിങ്ങുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ വ്യോമസേനാ മേധാവിക്ക് കൈമാറുന്നതായിരിക്കും. അതോടുകൂടിയാണ് ഈ MiG യുദ്ധവിമാനങ്ങൾ ഔപചാരികമായി വിടവാങ്ങുന്നത്. തികച്ചും രാജകീയവും പ്രൗഢഗംഭീരവുമായ യാത്രയപ്പ് ചടങ്ങാണ് ഇവിടെ ഈ ചണ്ഡീഗഡിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇപ്പോൾ MiG-നായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് സ്ക്വാഡ്രനാണ് നിലവിൽ ഏറ്റവും അവസാനം MiG-നായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത്. അത് രണ്ടും രാജസ്ഥാനിലെ നൽ എയർബേസിൽ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിലേറ്റവും പ്രത്യേകത 1963 ഈ ചണ്ഡീഗഡിലായിരുന്നു MiG-21 ഇന്ത്യയിൽ ആദ്യമായി എത്തുമ്പോൾ ആദ്യത്തെ സ്ക്വാഡ്രൺ ഈ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിലായിരുന്നു. അതിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വിടവാങ്ങൽ ചടങ്ങും ഈ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഈ ചടങ്ങുകൾക്കായി ഇപ്പോൾ തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഏതായാലും കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ നമുക്കറിയാം 1963 MiG ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. തുടർന്ന് 1965-ലെയും 1971-ലെയും ഇന്ത്യ പാക് യുദ്ധങ്ങൾ, 1999-ലെ കാർഗിൽ യുദ്ധം, 2019 ബാലാക്കോട്ട് ആക്രമണം, ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ, അങ്ങനെ കഴിഞ്ഞ 6 പതിറ്റാണ്ടിൽ ഇന്ത്യ നേരിട്ട അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ യുദ്ധങ്ങളിലെല്ലാം തന്നെ വ്യോമസേനയുടെ കുന്തമുനയായിരുന്നു ഈ MiG-21 യുദ്ധവിമാനങ്ങൾ. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി MiG യുദ്ധവിമാനങ്ങൾക്ക് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ കാലഹരണപ്പെട്ട ഈ സാങ്കേതിക വിദ്യ തുടങ്ങിയ അങ്ങനെ പല പ്രതിസന്ധികളും MiG-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതാണ് ഈ MiG ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ഔപചാരികമായി അതിന് വിടവാങ്ങൽ അല്ലെങ്കിൽ വിരമിക്കൽ നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ഈ MiG യുദ്ധവിമാനങ്ങളുടെ അവസാന ലാൻഡിംഗ് നടക്കുന്നതായിരിക്കും. അഭിലാഷ്, MiG-21 സ്ക്വാഡ്രണിന്റെ അവസാനത്തെ ലാൻഡിങ്ങിനായി ചണ്ഡീഗഡ് എയർബേസ് സാക്ഷ്യം വഹിക്കുകയാണ്.